ഹലോ സ്റ്റുഡൻസ്. ഓക്കെ, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളായി ഓണം എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷനിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മൾക്കതിന് മുമ്പായിട്ട് നമ്മൾ തേർഡ് ചാപ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴായാലും ഈ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് വീഡിയോസ് എല്ലാം ഫോളോ അപ്പ് ചെയ്യുക, പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നേരെ ചാപ്റ്ററിലേക്ക്. സാധാരണ നമ്മൾ ഈ ചാപ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. സോ ആദ്യം വരുന്നത് എന്താണ്? റെസ്പിറേഷനാണ്. ഓക്കെ, ഓക്സിജൻ അകത്തേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുന്ന ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത്ര സിമ്പിളാണോ റെസ്പിറേഷൻ? ഓക്കെ, സാധാരണ നമ്മൾ എങ്ങനെയാണ് റെസ്പയർ ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തുന്നത്? ശ്വാസകോശം സ്പോഞ്ച് പോലെ അവതരിക്കാൻ ഓക്സിജൻ നന്നായിട്ട് വലിച്ചു കയറ്റിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡയലോഗ് നമുക്ക് വളരെ ഫെമിലിയറാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നുള്ളത് അല്ലേ? ശരിക്കും ശ്വാസകോശം സ്പോഞ്ച് പോലെ തന്നെയാണോ? അപ്പോൾ ഇതിനുള്ളിൽ സ്പോഞ്ച് പോലെ ഒരു മെറ്റീരിയലാണോ ഉള്ളത്? ഓക്കെ, നമുക്കെല്ലാം കാണാം. നല്ല ഹെൽത്തി ലങ്സാണ് നമുക്കുള്ളതെങ്കിൽ, അതിന് മറ്റ് അസുഖങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ ആ ലങ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഫങ്ഷനിങ് വളരെ സ്മൂത്തായിരിക്കും. അല്ലെങ്കിൽ അത് എങ്ങനെയായി പോവും? ഓക്കെ, അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ ഏതാണെന്ന് നമുക്ക് പഠിക്കാം. എങ്കിലും ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഹെൽത്തി ലങ്സിൻ്റെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ നമ്മുടെ കയ്യിലായിരിക്കണം. അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമുക്കായിരിക്കണം. ഓക്കെ, സോ നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. 18th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൻ്റോയിൻ ലാവോസിയർ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഓക്കെ, ഈ എക്സ്പെരിമെൻറ്റ് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് കത്തുന്ന സമയത്ത്, അതുപോലെ തന്നെ ഒരു ഓർഗാനിസം റെസ്പയർ ചെയ്യുന്ന സമയത്ത്, ശ്വാസോച്ഛ്വാസം നടക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്യുന്നത് ഓക്സിജനാണ്. ഓക്കെ, പ്രൈമറിലി അതെന്താണ് യൂസ് ചെയ്യുന്നത്? ഓക്സിജനാണ്. അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡാണ് അത് പുറത്തേക്ക് കളയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ആ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഈ എക്സ്പെരിമെൻറ്റ് നടത്താനായിട്ട് ഈ ശാസ്ത്രജ്ഞൻ ഉപയോഗിച്ചത് ഒരു ഗിനിപ്പന്നിയാണ്. ഓക്കെ, ഒരു ഗിനിപ്പന്നിയാണ്. അദ്ദേഹം അതിനെ ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പിൽ അറേഞ്ച് ചെയ്തു. ഓക്കെ, ആ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഈ ഗിനിപ്പന്നിയെ ഒരു ബക്കറ്റിനകത്തിട്ട് സേഫാക്കി വെച്ചു. ഓക്കെ, ഒരു ബക്കറ്റിനകത്ത് സേഫാക്കി വെച്ചു. അതിനുശേഷം അതിനെ വേറൊരു കവറിങ്ങിൽ, വേറൊരു ബക്കറ്റ് പോലെയുള്ള കവറിങ്ങിൽ നിറയെ ഐസ് ക്യൂബ് ഇട്ടിട്ട്, ശ്രദ്ധിക്കണേ, നിറയെ ഐസ് ക്യൂബ് പ്ലേസ് ചെയ്ത് അതിനകത്തേക്ക് ഇറക്കി വെച്ചു. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഇനി അദ്ദേഹം ചെയ്തത് ഈ ഐസ് ക്യൂബിന് പുറത്തുള്ള കവറിങ്ങിന് ചുറ്റും ഇൻസുലേഷൻ കൊണ്ട് കവർ ചെയ്തു. അതെന്തിനാണെന്ന് വെച്ചാൽ വേറൊരു തരത്തിലുള്ള ഹീറ്റ് കൊണ്ടും ഈ ഐസ് ക്യൂബ് ഉരുകുന്നില്ല. ഓക്കെ, ഈ ഐസ് ക്യൂബിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല, അത് വാട്ടറായിട്ട് മാറുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി, ആ ഐസ് ഉരുകുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇൻസുലേറ്റ് ചെയ്തത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം അദ്ദേഹം അതിൻ്റെ ടോപ്പ്, ഓക്കെ, അതായത് ഈ ഗിനിപ്പന്നി ഇട്ട് വെച്ചിരിക്കുന്ന ബക്കറ്റിൻ്റെ ടോപ്പിൽ ഒരു നെറ്റ് വെച്ച് കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സമയത്ത് ഗിനിപ്പന്നി എന്തിനു മാത്രമേ അനുവദിച്ചുള്ളൂ? അതിനെ റെസ്പിറേഷൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, ഇനി അദ്ദേഹം ആ എക്സ്പെരിമെൻറ്റിൽ ഒബ്സർവേഷനായിട്ട് അദ്ദേഹം കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഐസ് ക്യൂബ് മെൽട്ടായി. ഓക്കെ, ആ ഐസ് ക്യൂബ് ഉരുകി. അപ്പോൾ അതെങ്ങനെയാണ്? അത് പ്രോപ്പറായി ഇൻസുലേറ്റ് ചെയ്തിരുന്നു, അതിന് കവറിങ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, എങ്കിലും ആ ഐസ് ക്യൂബ് ഉരുകിപ്പോയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഇൻഫറൻസ് ആയിട്ട് അദ്ദേഹം കണ്ടെത്തിയ കാര്യം, ഈ പിഗ് എന്ത് ചെയ്തിരുന്നു? റെസ്പിറേഷൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ റെസ്പിറേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ശരീരത്തിൽ നിന്നും ഓക്സിജൻ അത് സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും പുറത്തേക്ക് കളഞ്ഞു. അങ്ങനെ പുറത്തു പോയ ഹീറ്റ് വഴിയാണ് ഇവിടെ എന്തുണ്ടായത്? യെസ്, ഇവിടെ ഐസ് മെൽട്ടാകാനുള്ള കാരണമുണ്ടായത്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഐസ് മെൽട്ടായത് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഏകദേശം 80 കലോറീസ്, 80 കലോറിയോളം ഊർജ്ജമാണ് ഈ പന്നി അതിനായിട്ട് ഉപയോഗിച്ചത് എന്നും കൂടി അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, അപ്പോൾ അദ്ദേഹം പ്രൂവ് ചെയ്ത കാര്യം, ഒബ്ജക്ട്സ് കത്തുമ്പോഴും അതുപോലെ തന്നെ ഓർഗാനിസംസ് റെസ്പയർ ചെയ്യുമ്പോഴും ഓക്സിജൻ ഇൻടേക്ക് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ദ സെയിം ഹാപ്പൻസ് ഡ്യൂറിങ് റെസ്പിറേഷൻ വെൻ ഓക്സിജൻ ബ്രേക്സ് ഡൗൺ ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പം ശ്വസനത്തിൽ ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോഴും ഇതേ പ്രോസസ്സ് തന്നെയാണ് സംഭവിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഗ്ലൈക്കോളിസിസ്, ആ വേർഡ് ഓർമ്മിച്ച് വെച്ചോ, ഗ്ലൈക്കോളിസിസ്. നമ്മളൊരു 2-3 ക്ലാസ്സിനുള്ളിൽ ഈ വേർഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, സോ ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഹീറ്റും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ എനർജിയും. ഓക്കെ, ATP ഉണ്ടാക്കുന്നുണ്ട്. അത് ഓർമ്മിച്ച് വെച്ചോ, നമ്മൾ പഠിക്കും. ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചതിനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് മെയിനായിട്ട് എനർജി ഉണ്ടാകുന്നതിനെ പറ്റിയാണ്. ഓക്കെ, ഒരു വിറക് കത്തുമ്പോൾ എനർജി ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ റെസ്പിറേഷൻ ചെയ്യുന്ന സമയത്തും എനർജി ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് എനർജി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പഠിക്കാനാണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ബേൺ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഒരു ഓർഗാനിസം റെസ്പിറേഷൻ ചെയ്യുമ്പോഴൊക്കെയും ഓക്സിജനെ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെയും ഹീറ്റിനെയും
പുറത്തേക്ക് കളയുന്നു. ഓക്കെ, ആ പ്രോസസ്സിലുള്ള പാറ്റേൺ സെയിം ആണ്, പക്ഷേങ്കിൽ രണ്ടിൻ്റെയും പർപ്പസ് ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യെസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? എ പെയർ ഓഫ് ഹ്യൂമൻ ലങ്സ്, അതുപോലെ തന്നെ ലങ്സിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, അതിലൂടെ ഓക്സിജൻ പോകുന്ന, കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു വരുന്ന ഫ്ലോ ചാർട്ട് എല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്ട്രക്ചർ പഠിക്കാം. റെഡിയല്ലേ? ഈ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഒരു പെയർ ഓഫ് ഹ്യൂമൻ ലങ്സിലേക്കുള്ള എൻട്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കും ഇനി എന്ത് ചെയ്യാം? ഒരു ഓക്സിജനായിട്ട് മാറാം. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന ലങ്സിനകത്തേക്ക് എത്താം. അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് പഠിക്കാം. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നോസ്ട്രിലാണ്. ഓക്കെ, ആൻ ഓപ്പണിംഗ് ത്രൂ വിച്ച് എയർ പാസസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, എയറിനകത്തേക്കും പുറത്തേക്കുമുള്ള സഞ്ചാരം പോസിബിൾ ആക്കുന്നത് ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അതിൻ്റെ പേരാണ് നോസ്ട്രിൽ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് 2 ഓപ്പണിംഗ് കാണാൻ പറ്റുന്നില്ലേ നിങ്ങളുടെ മൂക്കിൽ? യെസ്, ഇത് തന്നെയാണ് നോസ്ട്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ഒരു സിമ്പിൾ പാർട്ടാണ്. ദാറ്റ് ഈസ് നേസൽ ക്യാവിറ്റി, ദ ക്യാവിറ്റി വിച്ച് കണക്ട്സ് ദ നോസ്ട്രിൽ വിത്ത് ദ ഫാരിങ്സ്. ഓക്കെ, ഡൈജഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫാരിങ്സ് പഠിച്ചിട്ടില്ലേ? യെസ്, അപ്പം ഈ ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് നേസൽ ക്യാവിറ്റി. അത് നോസ്ട്രിലിനെ ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ദ ക്യാവിറ്റി വിച്ച് കണക്ട്സ് ദ നോസ്ട്രിൽസ് വിത്ത് ദ ഫാരിങ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ 2 ഈസി ആയിട്ടുള്ള പാർട്ട് നിങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കട്ടികൾ പഠിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ട്രക്കിയ. എന്താണ് പേര്? ട്രക്കിയ അഥവാ വിൻഡ് പൈപ്പാണ്. ഓക്കെ, നിങ്ങൾ കാണുന്നില്ലേ? ലോങ് ട്യൂബ് കാണുന്നില്ലേ? പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരു റിങ് പോലെ അല്ലേ, ഒരു ചെറിയ റൗണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അതിൻ്റെ കൂടെയുണ്ട്. എന്താ അത് നോക്കാം. ട്രക്കിയ, എ ലോങ് ട്യൂബ് സ്ട്രെങ്തൻഡ് ബൈ C-shaped cartilaginous rings. എന്താണ് C-shaped cartilaginous rings? ഓക്കെ, അപ്പോൾ ആ റിങ്ങിൻ്റെ പേര് കിട്ടി. ദാറ്റ് ഈസ് കാർട്ടിലേജിനസ് റിങ്സ്. ഇനി എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? കാർട്ടിലേജിനസ് റിങ്സ് help trachea to remain open always. Okay, cartilaginous rings that help the trachea to remain ഓപ്പൺ ഓൾവേസ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്മോൾ കട്ടിയുള്ളൊരു ചെറിയ ബോണാണ്. ഓക്കെ, ചെറിയ സ്ട്രെങ്ത് ഉള്ളൊരു ബോണാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രക്കിയ അഥവാ വിൻഡ് പൈപ്പിനെ ഓൾവേസ് ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അഥവാ അത് ക്ലോസ് ആയിപ്പോൾ എന്ത് സംഭവിക്കും? യെസ്, നിങ്ങൾക്ക് ഊഹിക്കാം. ഓക്കെ, എയറിൻ്റെ പാസേജ് നടക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. ആ ട്യൂബ് എപ്പോഴും തുറന്നിരിക്കണം. ബിക്കോസ് അതൊരു ലോങ് ട്യൂബാണ്. ചെറിയൊരു ഡിഫക്റ്റ് കൊണ്ട് പോലും അതിനൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ റിംഗ് ഷേപ്പിൽ കാർട്ടിലേജിനസ് റിങ്സ് കാണുന്നുണ്ട്. ട്രക്കിയയുടെ ബ്രാഞ്ചസ് ആയിട്ട് വരുന്ന, ട്രക്കിയയുടെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന അടുത്ത ഭാഗമാണ് ബ്രോങ്കസ്. ഓക്കെ, ബ്രാഞ്ചസ് ഓഫ് ട്രക്കിയ വിച്ച് എൻറ്റേഴ്സ് ദ ലങ്സ് സപ്പോർട്ടഡ് ബൈ കാർട്ടിലേജിനസ് ബ്രോങ്കിയൽ റിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്ത് കാണുന്നുണ്ട്? കാർട്ടിലേജിനസ് ബ്രോങ്കിയൽ റിങ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ പറയുന്ന ബ്രാഞ്ചസ് ഓഫ് ട്രക്കിയ, അതായത് ബ്രോങ്കസ്, ലങ്സിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ദ മേജർ പാർട്ടിലേക്ക് എത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രോങ്കസ്. ഓക്കെ, അപ്പോൾ ബ്രോങ്കസിലും ബ്രോങ്കിയൽ റിങ്സ് കാണുന്നുണ്ട്. ട്രക്കിയയുടെ ബ്രാഞ്ചായിട്ട് നമ്മൾ ബ്രോങ്കസ് പഠിച്ചു. ഇനി ഈ ബ്രോങ്കസിൻ്റെ ബ്രാഞ്ചായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബ്രോങ്കിയോൾസ്. ഓക്കെ, ബ്രോങ്കിയോൾ, ദ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് ബ്രോങ്കി ദറ്റ് ഓപ്പൺ ടു ദ ആൽവിയോളൈ. ഓക്കെ, ആൽവിയോളൈ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തുന്ന ഈ ബ്രോങ്കസിൻ്റെ ടെർമിനൽ ബ്രാഞ്ചസ് ആണ് ബ്രോങ്കിയോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എന്ത് കാണുന്നില്ല? ദർ ആർ നോ കാർട്ടിലേജിനസ് റിങ്സ് ഇൻ ദ ബ്രോങ്കിയോൾസ്. ഓക്കെ, ഇവിടെ എന്ത് കാണുന്നില്ല? കാർട്ടിലേജിനസ് റിങ്സ് കാണുന്നില്ല. ബിക്കോസ് റെസ്പിറേഷനൊക്കെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള കൊളാപ്സോ അതുവഴി ഇഞ്ചുറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ എന്ത് കാണുന്നില്ല? കാർട്ടിലേജിനസ് റിങ്സ് കാണുന്നില്ല. സോ ഇവിടെ ഈ പറയുന്ന ബോൺസ് ആബ്സെൻ്റ് ആണ്. ഇതാണ് ബ്രോങ്കസിൻ്റെ ഫൈനൽ പാർട്ടായിട്ട് വരുന്ന ബ്രാഞ്ച്, ദറ്റ് ഈസ് ബ്രോങ്കിയോൾസ്. ഓക്കെ, സോ ഈ ബ്രോങ്കിയോൾസ് ലങ്സിനകത്തേക്ക് എത്തി ആൽവിയോളയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആൽവിയോളയാണ് ഈ പറയുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഏറ്റവും ലാസ്റ്റ് ആൻഡ് മേജർ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് ഈ പറയുന്ന എയറിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, പഠിക്കാം. ആദ്യ ഭാഗം നാസാദ്വാരമാണ്. ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് നാസാദ്വാരം എന്ന് പറയുന്നത്. ഓക്കെ, നാസാദ്വാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓക്സിജൻ അകത്തേക്കും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്നും പുറത്തേക്കും പോകുന്ന ആദ്യത്തെയും അവസാനത്തെയും 2 ഭാഗങ്ങളാണ് നാസാദ്വാരം എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിജൻ ആദ്യമായി ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് നാസാദ്വാരത്തിലൂടെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്നും അവസാനമായി പുറത്തേക്ക് പോകുന്ന ഭാഗവും നാസാദ്വാരമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നാസാഗഹ്വരമാണ് അഥവാ നേസൽ ക്യാവിറ്റിയാണ്. എന്താണ് നാസാഗഹ്വരത്തിൻ്റെ ഫംഗ്ഷൻ? നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ്. ഓക്കെ, നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പാലമായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആര്? നാസാഗഹ്വരം എന്ന് പറയുന്നത്. ഇനിയാണ് ശ്വാസനാളം അഥവാ ട്രക്കിയ അഥവാ വിൻഡ് പൈപ്പ് വരുന്നത്. എന്താണ് ശ്വാസനാളത്തിൻ്റെ ധർമ്മം? സി ആകൃതിയിലുള്ള, ശ്രദ്ധിക്കണേ, സി ഷേപ്പിൽ, സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ, തരുണാസ്ഥി വലയങ്ങൾ എന്ന് വെച്ചാൽ
വളരെ കട്ടി കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള ബോൺസ് ആണ്. ഓക്കെ, ഈ തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ആര്? ട്രക്കിയ എന്ന് പറയുന്നത് അഥവാ ശ്വാസനാളം എന്ന് പറയുന്നത്. എന്താണ് ധർമ്മം? ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിനാണ് ഈ വലയങ്ങൾ, അതായത് തരുണാസ്ഥി വലയങ്ങൾ സഹായിക്കുന്നത്. ഓക്കെ, തരുണാസ്ഥി വലയങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ ശ്വാസനാളം സദാസമയം തുറന്നിരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ട്രക്കിയയുടെ ധർമ്മം അഥവാ വിൻ പൈപ്പിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഇതാണ് ലോങ് ട്യൂബ്. ഇതിലൂടെയാണ് എയറിൻ്റെ പാസേജ്, ഓക്കെ, എയറിൻ്റെ വിനിമയം സാധ്യമാക്കുന്നതിലെ പ്രധാന ഭാഗം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ശ്വസനിയാണ്. ഓക്കെ, ശ്വസനി എന്ന് പറയുന്നത് ഇരു ശ്വാസകോശങ്ങളിലേക്കും, അതായത് എ പെയർ ഓഫ് ലങ്സിലെ നമുക്ക് ഈ പെയർ ഓഫ് ലങ്സിലേക്ക് പോകുന്ന ശ്വാസനാളത്തിൻ്റെ 2 ശാഖകൾ. ഓക്കെ, പ്രധാനപ്പെട്ട 2 ശാഖകളാണ് അത് ശ്വസനി എന്ന് പറയുന്നത്. ഇവയിലും എന്തുണ്ട്? തരുണാസ്ഥി വലയങ്ങളുണ്ട്. ഇവയുടെയും ധർമ്മം എന്ന് പറയുന്നത് ടു റിമെയിൻ ഓൾവേസ് ഓപ്പൺ. ഓക്കെ, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി വരുന്നത് ശ്വസനികയാണ് അഥവാ ബ്രോങ്കിയോളാണ്. എന്താണ് ബ്രോങ്കിയോളിൻ്റെ ഫംഗ്ഷൻ? ശ്വസനിയുടെ അഗ്രശാഖകൾ, അതായത് ഈ പറയുന്ന ശ്വാസനാളം കഴിഞ്ഞു, അത് കഴിഞ്ഞ് ശ്വസനി വന്നു, ഇനി ആ ശ്വസനിയുടെ ഏറ്റവും അവസാനത്തെ ബ്രാഞ്ച്, അതിൻ്റെ ഏറ്റവും അവസാനത്തെ പൈപ്പായിട്ട് വരുന്നതാണ് ആര്? ശ്വസനിക. ഇത് വായു അറകളിലേക്ക് അഥവാ ആൽവിയോളയിലേക്ക് തുറന്നു കൊടുക്കുന്നു. ഓക്കെ, വായു അറകളിലേക്ക് തുറക്കുന്നു. നേരത്തെ ഈ കുഴലുകളിൽ എന്ത് കാണുന്നില്ല? തരുണാസ്ഥി വലയങ്ങൾ കാണുന്നില്ല. ഓക്കെ, ശ്വസനിയുടെ ശാഖയാണ്, അത് ആൽവിയോളയിലേക്ക് തുറക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ടെന്നീസ് കോർട്ടിനെ പറ്റിയിട്ടാണ്. ടെന്നീസ് കോർട്ടോ? യെസ്, അതായത് ഒരു ടെന്നീസ് കോർട്ടിൻ്റെ പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് 70 മീറ്റർ സ്ക്വയറാണ്, അഥവാ 70 ചതുരശ്ര മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രതല വിസ്തീർണമുള്ള ഒരു ഭാഗം നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട്. ഏകദേശം 70 കോടിക്കടുത്ത് നമ്പേഴ്സ് വരുന്ന 2 ലങ്സിലും കൂടി കാണപ്പെടുന്ന ആൽവിയോളയെ പറ്റിയാണ് ഞാനീ പറയുന്നത്. ഓക്കെ, ആൽവിയോളെ അത് 70 മീറ്റർ സ്ക്വയർ പ്രതല വിസ്തീർണം ഉണ്ടാകും നമ്മുടെ മൊത്തം ശരീരത്തിലെ ആൽവിയോളെ എല്ലാം എടുത്ത് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ഏകദേശം ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്രത്തോളം വരും. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ബ്രോങ്കിയോൾസ് അഥവാ ശ്വസനിക, ഈ ശ്വസനികയുടെ ബ്രോങ്കിയോൾസിൻ്റെ ഏറ്റവും ടെർമിനൽ പാർട്ട്, അതായത് ഇതിൻ്റെ ഏറ്റവും എൻഡ് പാർട്ടായിട്ട് വരുന്ന ഭാഗമാണ് ആൽവിയോളസ് അഥവാ വായു അറ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഈ വായു അറകളുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായും ഇലാസ്റ്റിക് നേച്ചറായിരിക്കും, അല്ലെങ്കിൽ ഇലാസ്റ്റികമായിരിക്കും. അതായത് കുറേ ചെറിയ ചെറിയ ബോൾസ് പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ സഞ്ചികൾ പോലെ ഇങ്ങനെ കാണപ്പെടുന്ന ഇലാസ്റ്റിക് നേച്ചറുള്ള ഈ ഭാഗമാണ് നമ്മുടെ ശരീരത്തിലെ എയറിൻ്റെ ട്രാൻസ്ഫർ പോസിബിൾ ആക്കുന്നത്. ഓക്സിജൻ്റെയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്ഫർ പോസിബിൾ ആക്കുന്നത് ഈ വായു അറയാണ് അഥവാ ഈ ആൽവിയോളകളാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്, അതിന് സഹായമായിട്ട് ആരും കൂടെ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പിക്ചർ നോക്കുന്ന സമയത്ത് ഒരു റെഡ് കളറിലെ ബ്രാഞ്ച് അതിനെ കവർ ചെയ്തിട്ട് കാണുന്നുണ്ടോ? യെസ്, അതാണ് ബ്ലഡ് കാപ്പിലറീസ് അഥവാ രക്തലോമികകൾ. എന്താണ് ഇവയുടെ ധർമ്മം? ഇവരാണ് ഈ പറയുന്ന എയറിൻ്റെ ട്രാൻസ്ഫർ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആൽവിയോളൈനെല്ലാം കവർ ചെയ്തിട്ട് ഈ ബ്ലഡ് കാപ്പിലറീസ് കാണും. അപ്പോൾ എന്താണ് ഈ ആൽവിയോളയുടെ ധർമ്മം എന്ന് പറയുന്നത്? യെസ്, ഇറ്റ് ഇൻക്രീസസ് ദ ഏരിയ ഓഫ് ദ റെസ്പിറേറ്ററി സർഫസ് ആൻഡ് മേക്ക് ദ ഗേഷ്യസ് എക്സ്ചേഞ്ച് മോർ എഫിഷ്യൻറ്റ്. ശ്രദ്ധിക്കണം, മോർ എഫിഷ്യൻറ്റ്. ഓക്കെ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നില്ലേ? ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കറ ഏകദേശം ഇത്രത്തോളം ഉണ്ടാവുമെന്ന് പറയുന്നില്ലേ? യെസ്, അത് ഈ പറയുന്ന ആൽവിയോളയുടെ മൊത്തം കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് സ്പോഞ്ച് പോലെ എന്ന് പറയുന്നത്. അത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് നേച്ചറാണ്. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കറ ഇതിൽ അടിഞ്ഞുകൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇതിലൂടെയുള്ള എയർ ട്രാൻസ്ഫർ മെല്ലെ മെല്ലെ അതിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു വരികയും പലതരത്തിലുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കുന്നു. എംഫിസിമ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഈ സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസാണ്, റെസ്പിറേറ്ററി ഡിസീസാണ്. ഓക്കെ, പഠിക്കാം നമുക്ക്. ഇനി നമുക്കവിടെ പ്ലൂറ എന്ന് പറയുന്നൊരു ഭാഗം കാണാൻ പറ്റുന്നത് ഇല്ലേ? യെസ്, ഇത് ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ഡബിൾ ലെയർഡ് കവറിങ് ആണ്. ഓക്കെ, ഇരട്ട സ്ഥലമാണ് ഈ പറയുന്ന പ്ലൂറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇരട്ട സ്ഥലം എന്ന് പറയുന്ന പ്ലൂറയ്ക്കിടയിൽ എന്തുണ്ട്? പ്ലൂറ ദ്രവമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്ലൂറൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഔരസാശയം അഥവാ തൊറാസിക് ക്യാവിറ്റിയും അതുപോലെ തന്നെ ഈ പറയുന്ന ലങ്സും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷൻ കുറക്കുന്നതിന് വേണ്ടി ആ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്വാസകോശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഇരട്ട സ്ഥലമുള്ള പ്ലൂറ എന്ന് പറയുന്ന ഒരു കവറിങ് കാണുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഡയഫ്രം എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അത് ഉദരാശയത്തെയും അതുപോലെ തന്നെ ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ്. ഓക്കെ, അതൊരു വോൾ ലൈക്ക് അല്ലെങ്കിൽ ഒരു മതിൽ പോലെ ആക്ട് ചെയ്യുന്ന
രണ്ട് ഭാഗത്തെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, thoracic ക്യാവിറ്റിയും അതുപോലെ തന്നെ അബ്ഡോമിനൽ ക്യാവിറ്റിയും സെപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരു ബോർഡർ പോലെ ആക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഡയഫ്രം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡണ്ണാണ്. ഇവിടെ നമ്മുടെ വെന്റിലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് ആണ് നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ, വെന്റിലേഷൻ നിരക്ക് അഥവാ ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ടുള്ളൊരു പരീക്ഷണമാണ്. ഓക്കെ, നമ്മൾ ഒരു പർട്ടിക്കുലർ എക്സസൈസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യായാമം ചെയ്യുക. അത് ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് അവർ ഓരോ മിനിറ്റിലും എത്രയാണ് അവർ ശ്വാസം എടുക്കുന്നത്, അതിൻ്റെ എണ്ണം എങ്ങനെയാണ് എന്നുള്ളത് രേഖപ്പെടുത്തുക. ഓക്കെ, ഒന്ന് വ്യായാമത്തിന് മുമ്പ്, എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഓരോ മിനിറ്റിലും അവർ ശ്വാസം എടുക്കുന്നത്, അത് കഴിഞ്ഞ് എക്സസൈസിന് ശേഷം, വ്യായാമത്തിന് ശേഷം ഓരോ മിനിറ്റിലും, ഓരോ പർട്ടിക്കുലർ മിനിറ്റിലും അവരെങ്ങനെയാണ് ശ്വാസോച്ഛ്വാസം അഥവാ ശ്വാസം എടുക്കുന്നത്, ശ്വാസം പുറത്തേക്ക് കളയുന്നത്, അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം തന്നെയാണ് അല്ലേ. എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴായാലും നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. എന്താണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് എക്സസൈസിന് ശേഷമുള്ള ഇൻസ്പിറേഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഓരോ മിനിറ്റ് കഴിയുന്തോറും അതിൻ്റെ എണ്ണം കുറഞ്ഞു വരുമെങ്കിലും ആദ്യത്തെ 1-2 മിനിറ്റിലെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ബ്രീത്ത് ചെയ്യാം. ഓക്കെ, എന്നാൽ റെസ്റ്റിംഗ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ നോർമലി ബ്രീത്തിങ് ആയിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് എക്സസൈസിന് ശേഷം ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്? യെസ്, അതിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സിൻസ് മസ്കുലർ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ഡ്യൂറിങ് എക്സസൈസ്, more energy is required. As more energy is required, the requirement of oxygen also increases. Besides, more carbon dioxide has to be eliminated from the body. Okay, അതായത് നമ്മൾ ഓരോ കായിക അധ്വാനത്തിലും ഏർപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിയിലും ഏർപ്പെടുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള എനർജി വേണം നമ്മുടെ ഓരോ ബോഡി പാർട്ട്. ഇപ്പം നമ്മൾ ഓടുവാണെങ്കിൽ ഒരേ സമയം നമ്മുടെ കാലിന് എനർജി വേണം, നമ്മൾ കൈക്കും ശക്തി കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പട്ടി പുറകിൽ ഓടുന്നുണ്ടെന്ന് വിചാരിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറേ ഓർഗൻസിന് ഈ കാര്യത്തിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. കൈ, കാല്, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യണം. എന്താണ്, ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് നോക്കണം, അതിന് വേണ്ട മെസ്സേജ് കൊടുക്കണം. അത് പുറകിൽ തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി ചെവി വർക്ക് ചെയ്യണം, തിരിഞ്ഞ് നോക്കുമ്പോൾ അതിനെ കാണുന്നുണ്ടോ നോക്കാൻ കണ്ണ് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ പാർട്സ് ഒരേ സമയം വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടിഷ്യൂസിന് കൂടുതൽ എനർജി വേണം. എനർജി എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ. ഓക്സിജനാണ് ഈ സെല്ലിന് വേണ്ട എനർജി കൊടുക്കുന്നത്, സെല്ലാർ റെസ്പിറേഷൻ നടത്തിയിട്ട്. ഓക്കെ, ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ATP എനർജി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓക്സിജനാണ്. ഓക്കെ, വെള്ളം കുടിക്കാൻ നമുക്ക് കുറച്ച് സമയമെല്ലാം നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ദിവസമെല്ലാം നിൽക്കാൻ പറ്റും. എന്നാൽ ഓക്സിജൻ ഇല്ലാണ്ട് നമുക്ക് കൂടിപ്പോയാൽ 1-2 മിനിറ്റിനപ്പുറം നമുക്ക് പറ്റുമോ? ഇല്ല. സോ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൺ. ഈ പിക്ചർ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഇൻ്റർകോസ്റ്റൽ മസിൽസ് കാണാൻ പറ്റുന്നുണ്ട്, റിബ്സ് കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഡയഫ്രം കാണാൻ പറ്റുന്നുണ്ട്. ഡയഫ്രം നമ്മൾ നേരത്തെ പഠിച്ചു, ഇറ്റ് ഈസ് എ ബോർഡർ ബിറ്റ്വീൻ thoracic cavity ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. ഉദരാശയത്തിനും ഉദരാശയത്തിനും ഇടയിലുള്ള ഒരു ബോർഡർ പോലെ ആക്ട് ചെയ്യുന്നതാണ് എന്ത്? ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്താണ്? അതിനിടയിൽ കാണുന്ന പേശികളാണ് അല്ലേ. നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇനി റിബ്സ് എന്ന് പറയുന്നത് വാരിയലാണ്. ഓക്കെ, നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്പിരേഷൻ അഥവാ ഇൻഹലേഷൻ അഥവാ ഉച്ഛ്വാസം. എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. എന്താണ്? നമ്മൾ എടുക്കുന്ന ശ്വാസം, അതായത് അറ്റ്മോസ്ഫിയറിക് എയർ, അതായത് ഓക്സിജൻ നമ്മുടെ ലങ്സിനകത്തേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് ഇൻസ്പിരേഷൻ അഥവാ ഇൻഹലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും എക്സ്പിരേഷൻ? സിമ്പിൾ അല്ലേ? ദ ഫ്ലോ ഓഫ് എയർ ഫ്രം ദ ലങ്സ് ടു ദ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ്. ഓക്കെ, നമ്മുടെ ലങ്സിൽ നിന്നും നമ്മൾ പുറത്തേക്ക് കളയുന്ന എയറാണ് എക്സ്പിരേഷനിൽ വരുന്നത്. ഓക്കെ, എക്സലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ഈ കൊടുത്തിരിക്കുന്ന ഇൻ്റർകോസ്റ്റൽ മസിൽസും അതുപോലെ തന്നെ റിബ്സും ഡയഫ്രവും അതുപോലെ തന്നെ നമ്മുടെ thoracic ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയത്തിൻ്റെ വ്യാപ്തവും അതിൻ്റെ പ്രഷറും എല്ലാം എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. ഉച്ഛ്വാസം എന്ന് പറയുന്നത് അന്തരീക്ഷവായു ശ്വാസകോശത്തിലേക്ക് കടക്കുന്ന പ്രക്രിയയാണ്. അതുപോലെ തന്നെ നിശ്വാസം എന്ന് പറയുന്നത് ശ്വാസകോശത്തിൽ നിന്ന് ബാഹ്യപരിസ്ഥിതിയിലേക്കുള്ള വായുവിൻ്റെ ചലനമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പിക്ചറിൽ നമുക്ക് ഇൻ്റർകോസ്റ്റൽ പേശികൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, 3 തരത്തിലാണ് ഇൻ്റർകോസ്റ്റൽ പേശികൾ ഉണ്ടാവുക. ഓക്കെ, പ്രധാനമായിട്ട് ഇവയുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, റിബ്സിൻ്റെ കൂടെ നമ്മുടെ thoracic ക്യാവിറ്റിയിൽ അഥവാ ഔരസാശയത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഇൻ്റർകോസ്റ്റൽ പേശികൾ ചെയ്യുന്നത് നമ്മുടെ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും അതുപോലെ തന്നെ പുറത്തേക്ക് വിടുമ്പോഴും ഒക്കെ അതിന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇവയുടെ ധർമ്മം. ഇനി ഡയഫ്രം കാണാൻ പറ്റുന്നുണ്ട്, 2 ഭാഗങ്ങളെ വേർതിരിക്കുന്നതാണ് ഡയഫ്രം. ഓക്കെ, സോ ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? അപ്പം നമുക്കിനി അടുത്ത ഡീറ്റെയിൽ പാർട്ടിലേക്ക് നോക്കിയാലോ.
ഇൻസ്പിരേഷൻ നടക്കുന്ന സമയത്ത് ഇൻട്രകോസ്റ്റൽ മസിൽസും അതുപോലെ തന്നെ ഡയഫ്രവും കൺട്രാക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്നുകൂടി എൻലാർജ്ഡ് ആവും. ഓക്കെ, ഇൻസ്പിരേഷൻ നമുക്കറിയാം, എയർ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേശി ഒന്ന് വികസിക്കും. ഓക്കെ, നമ്മുടെ ഡയഫ്രം ഒന്ന് താഴേക്ക് വരും. അപ്പോൾ അതെന്ത് സംഭവിക്കും? കൺട്രാക്ഷനാണ്. ഓക്കെ, എന്നാൽ അതുപോലെ തന്നെ എക്സ്പിരേഷൻ്റെ സമയത്തോ, അതായത് ലങ്സിലുള്ള എയറിനെ പുറത്തേക്ക് കളയുമ്പോഴോ, യെസ്, ഈ പറയുന്ന ഇൻ്റർകോസ്റ്റൽ മസിൽസ് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ, അതിൻ്റെ റിലാക്സിങ് സ്റ്റേറ്റിലേക്ക് എത്തും. അതുപോലെ തന്നെ ഡയഫ്രം അതിൻ്റെ റിലാക്സിങ് സ്റ്റേറ്റിൽ, അതിൻ്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇറ്റ് റിലാക്സസ്. ഓക്കെ, എന്നാൽ നേരെ മറിച്ച് റിബ്സിൻ്റെ കേസിലോ ഇൻസ്പിരേഷൻ്റെ സമയത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മൾ എയർ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? റിബ്സ് മേലോട്ട് വന്നില്ലേ, ഇനി എയർ പുറത്തേക്ക് വിടട്ടെ, എന്ത് സംഭവിക്കുന്നു? റിബ്സ് താഴേക്ക് വരുന്നു. ഓക്കെ, റിബ്സ് ഡ്യൂറിങ് ഇൻസ്പിരേഷൻ ദാറ്റ് റൈസസ് ആൻഡ് റിബ്സ് ഡ്യൂറിങ് എക്സലേഷൻ ദാറ്റ് ലോസ്. മറന്നു പോരുതേ. ഇനി അഥവാ മറന്നു പോകുന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് ജസ്റ്റ് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. സെറ്റല്ലേ? ഓക്കെ, വോളിയം ഓഫ് ദ തൊറാസിക് ക്യാവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഊഹിക്കാം. എയർ അകത്തേക്ക് കയറുമ്പോൾ വോളിയം കൂടും, എയർ പുറത്തേക്ക് പോകുമ്പോൾ വോളിയം കുറയും, ഡിക്രീസസ്. സിമ്പിളാണ്. എന്നാൽ അതിന് തൊട്ട് താഴെ ഒരു കാര്യമുണ്ട്. പ്രഷർ ഓഫ് എയർ ഇൻ ദ ലങ്സ് കുടുങ്ങിയോ? കുടുങ്ങിയില്ല എന്നല്ല ഇത് വിനയ പറയുന്നത്. എന്തുകൊണ്ടാണ് കുടുങ്ങാത്തത്? ബിക്കോസ് വോളിയത്തിൻ്റെ അളവ് കൂടുമ്പം, ഓക്കെ, വോളിയത്തിൻ്റെ അളവ് ലങ്സിനകത്ത് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടി എന്തായിരിക്കും? കുറവായിരിക്കും. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയില്ലേ? V ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 1/P. ഓർമ്മ വേണേ. സോ വോളിയം കൂടുന്ന സമയത്ത് പ്രഷർ കുറയുന്നു, അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടും കുറയുന്നു. അപ്പോൾ അവിടെ എന്താണ്? പ്രഷർ ലോസ്. ഇനി എക്സ്പിരേഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? വോളിയം അവിടെ കുറയുക ചെയ്യുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കൂലേ? യെസ്. എന്താ സംഭവിക്കുക? ദ പ്രഷർ ഇൻ ദ തൊറാസിക് ക്യാവിറ്റി അഥവാ പ്രഷർ ഇൻ ദ ലങ്സ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലാണ് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിലെ ആ ഒരു സാഹചര്യത്തിലെ പ്രഷർ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഷർ എന്താണ്? ഹയർ ആയിരിക്കും. ഓക്കെ, റേസസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എയറിൻ്റെ കാര്യത്തിൽ എന്താ? മൂവ്മെൻറ്റ് ഓഫ് എയർ ഇൻസ്പിരേഷൻ്റെ സമയത്ത് എൻറ്റേഴ്സ് ഇൻ, കയറി വരൂ. എന്നാൽ എക്സ്പിരേഷൻ്റെ സമയത്ത് എക്സ്പെൽഡ് ഔട്ട്, ഗോ ഔട്ട്. ഓക്കെ, സിമ്പിളല്ലേ? പഠിച്ചില്ലേ? ശ്വാസോച്ഛ്വാസം നടക്കുന്ന സമയത്ത് ഉച്ഛ്വാസത്തിൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് അഥവാ ഇൻ്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നു, നിശ്വാസത്തിൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. വാരിയലുകളുടെ ചലനം ഉയരുകയാണ് ചെയ്യുന്നത് ഉച്ഛ്വാസ സമയത്ത്, അതുപോലെ തന്നെ നിശ്വാസ സമയത്ത് താഴുന്നു. ഇൻ്റർകോസ്റ്റൽ പേശികളുടെ പ്രവർത്തനവുമായി സാമ്യമുള്ളതാണ് ഡയഫ്രത്തിനുണ്ടാകുന്ന ചലനം അഥവാ ഡയഫ്രത്തിനുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. അത് ഉച്ഛ്വാസ സമയത്ത് സങ്കോചിക്കുന്നു, അതുപോലെ തന്നെ നിശ്വാസ സമയത്ത് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഓക്കെ, പഠിച്ചില്ലേ? സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. എയർ അകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെയുള്ള വ്യാപ്തം കൂടും. ഓക്കെ, തൊറാസിക് ക്യാവിറ്റി കുറച്ചും കൂടി വികസിക്കും. ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നു? യെസ്, ഇൻ്റർകോസ്റ്റൽ പേശികൾ ഒന്ന് സങ്കോചിക്കുന്നു, അതുപോലെ തന്നെ ഡയഫ്രത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? അതൊന്ന് സങ്കോചിക്കും, ഒന്ന് വികസിക്കും. ഓക്കെ, ആ എയർ കയറാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ആ എയർ തിരിച്ചിറങ്ങിപ്പോയി കഴിഞ്ഞാലോ വീണ്ടും പൂർവ്വസ്ഥിതി ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എത്തി. ഇൻ്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്തു, അതുപോലെ തന്നെ ഡയഫ്രവും റിലാക്സ് ചെയ്തു. ഇനി വ്യാപ്തത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഔരസാശയ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഉച്ഛ്വാസ സമയത്ത് കൂടുന്നു, നിശ്വാസ സമയത്ത് കുറയുന്നു. അതുപോലെ തന്നെ ഔരസാശയത്തിലെ വായുമർദ്ദത്തിന് എന്താണ് സംഭവിക്കുന്നത്? അത് അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറയുന്നു. എവിടെ? ഉച്ഛ്വാസ സമയത്ത്. ഓക്കെ, അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറയുന്നു. ഇനി നിശ്വാസ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുന്നു. ഓക്കെ, അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുന്നു. വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഇനി വായുവിൻ്റെ ചലനം എങ്ങനെയാണ്? ഉച്ഛ്വാസ സമയത്ത് വായു അകത്തേക്കാണ് പ്രവേശിക്കുന്നത്, നിശ്വാസ സമയത്ത് വായു പുറന്തള്ളപ്പെടുന്നു, പുറത്തേക്കാണ് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഈസി ആയിട്ട് പഠിച്ച കാര്യമാണ്, നമ്മളത് കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നല്ല ചാപ്റ്ററാണ്, നല്ല ഈസി ആയിട്ട് പഠിക്കണം. നമ്മൾ ഹാർട്ടും അതുപോലെ തന്നെ ഡൈജഷനും എല്ലാം പഠിച്ച പോലെ തന്നെ സിമ്പിളായിട്ട് പഠിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കാം. ഓക്കെ, നോട്ട്സ് എല്ലാം നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ, എന്നെ കൊണ്ടാകുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തുതരാം. ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ബിക്കോസ് നമ്മൾ ഡെയിലി ലൈഫുമായിട്ട് കുറേ റിലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അതെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ചാപ്റ്റർ കൊണ്ടുപോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.